ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് +1 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 10 ആണ്. അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. എ റീറ്റെയിലർ ഈസ് ദ ലാസ്റ്റ് ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിതരണ ശൃംഖലയിൽ ലാസ്റ്റ് കണ്ണിയാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. ഹി ബൈസ് ഗുഡ്സ് ഇൻ ദ ഹോൾസെയിലർ ഓർ പ്രൊഡ്യൂസർ ആൻഡ് സെൽസ് ദം ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ. അപ്പോൾ ഇവിടെ ഗുഡ്സ് ഹോൾസെയിലറിൽ നിന്നോ പ്രൊഡ്യൂസറിൽ നിന്നോ ഗുഡ്സ് വാങ്ങി അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് ഗുഡ്സ് എത്തിക്കുന്ന ലാസ്റ്റ് ലിങ്കാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. ഹി ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ഹോൾസെയിലേഴ്സ് ആൻഡ് ദ കൺസ്യൂമേഴ്സ്. ഹോൾസെയിലേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും കണക്ട് ചെയ്യുന്നൊരു ലിങ്കാണ്, കണക്റ്റിംഗ് ഏജൻ്റാണ് ഇവിടെ റീറ്റെയിലർ. ഹി ഡീൽസ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. വ്യത്യസ്ത രീതിയിലുള്ള ഗുഡ്സുകൾ ഡീൽ ചെയ്യുന്നത് റീറ്റെയിലറുടെ പ്രത്യേകതയാണ്. ഹീസ് എ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ കൺസ്യൂമർ ആൻഡ് thus occupies a role of marketing. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് കൺസ്യൂമറായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളത് ഇവിടെ റീറ്റെയിലർക്കാണ്. വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇവിടെ റീറ്റെയിലർ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. റീറ്റെയിലറിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ഇവിടെ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. അതുപോലെ തന്നെ റീറ്റെയിലർ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഡീലറാണ്. വെറൈറ്റി ഓഫ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നു എന്നുള്ളത് റീറ്റെയിലർ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് ദ കൺസ്യൂമർ, അതും ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാം. ഇനി ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലറാണ്. ഫസ്റ്റ് വൺ ചോയ്സ് ഓഫ് ഗുഡ്സ് ആണ്. ഇവിടെ ഗുഡ്സിൻ്റെ ചോയ്സ് അതൊരു ഫങ്ഷനാണ്. 2 റെഡി സ്റ്റോക്കാണ്. 3 മാർക്കറ്റ് ഇൻഫർമേഷൻ. 4 ഫിനാൻസിങ്. 5-ാമത്തെ പോയിൻ്റ് ഇവിടെ പറയുന്ന അഡ്വർടൈസിംഗ് ഉണ്ട്, ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഇത്രയും ഫങ്ഷൻസാണ് ഇവിടെ റീറ്റെയിലറുടെ കാര്യം പറയുന്നത്. ഒന്നാമത്തേതാണ് ചോയ്സ് ഓഫ് ഗുഡ്സ്, റെഡി സ്റ്റോക്ക്, മാർക്കറ്റ് ഇൻഫർമേഷൻ, ഫിനാൻസിങ്, അഡ്വർടൈസിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇനി സർവീസസ് ഓഫ് റീറ്റെയിലറാണ്. റീറ്റെയിലറുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. റീറ്റെയിലേഴ്സ് റെൻഡർ യൂസ്ഫുൾ സർവീസസ് ടു ദ മാനുഫാക്ചറർ, ഹോൾസെയിലർ ആൻഡ് കൺസ്യൂമർ. അപ്പോൾ റീറ്റെയിലർ പല രീതിയിലുള്ള സേവനങ്ങൾ മാനുഫാക്ചർക്കും ഹോൾസെയിലർക്കും കൺസ്യൂമർക്കും ചെയ്യുന്നുണ്ട്. വേരിയസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ റീറ്റെയിലേഴ്സ് ആർ ഡിസ്കസ്ഡ് അണ്ടർ 2 ഹെഡ്. അപ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന പല സർവീസുകൾ നമ്മൾ 2 ഹെഡിലായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സർവീസസ് ടു മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീറ്റെയിലർ മാനുഫാക്ചർക്കും ഹോൾസെയിലർക്കും എന്ത് സേവനമാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റീറ്റെയിലർ റെൻഡർ ദ ഫോളോയിങ് സർവീസസ്. 1 ഹെൽപ്പ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് വിതരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. റീറ്റെയിലർ ഹെൽപ്സ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ മേക്കിംഗ് ദീസ് അവൈലബിൾ അൾട്ടിമേറ്റ് കൺസ്യൂമർ ഹൂ സ്കാറ്റേഡ് ഓവർ എ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ. അപ്പോൾ റീറ്റെയിലർ ഹെൽപ്പ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ മേക്കിംഗ് ദീസ് അവൈലബിൾ അൾട്ടിമേറ്റ് കൺസ്യൂമർ ഹൂ സ്കാറ്റേഡ് ഓവർ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഇവിടെ സഹായിക്കുന്നതാണ്, മാനുഫാക്ചറെ സഹായിക്കുന്ന ഇവിടെ റീറ്റെയിലർ. അപ്പോൾ റീറ്റെയിലർ ഹെൽപ്പ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഗുഡ്സ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ഡിഫറെൻറ്റ് ഏരിയയിലുള്ള കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഇവിടെ ഹോൾസെയിലറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഹെൽപ്പ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. നമ്പർ 2 പേഴ്സണൽ സെല്ലിംഗ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് എഫേർട്സ് ഈസ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ സെല്ലിംഗ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിന് നമുക്ക് പേഴ്സണൽ സെല്ലിംഗ് ഈസ് എസെൻഷ്യലാണ്. പേഴ്സണൽ സെല്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കൺസ്യൂമർ ഗുഡ്സ് സെയിൽ ചെയ്യാൻ പറ്റൂ. മാനുഫാക്ചറർ ഓർ ഹോൾസെയിലർ ആർ റിലയബിൾ ടു ദി ടാസ്ക് ആസ് ദീസ് എഫേർട്ട് ആർ അണ്ടർടേക്കൺ ബൈ ദ റീറ്റെയിലർ. അപ്പോൾ മാനുഫാക്ചർക്കോ ഹോൾസെയിലർക്കോ വേണ്ടി പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്ന ഇവിടെ റീറ്റെയിലറാണ്. അപ്പോൾ റീറ്റെയിലർ ആക്ട് ആസ് എ പേഴ്സണൽ സെല്ലർ ഓർ പേഴ്സണൽ സെല്ലിംഗ് ഫോർ ദ മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലർ. മാനുഫാക്ചർക്കും ഹോൾസെയിലർക്കും വേണ്ടി ഒരു പേഴ്സണൽ സെല്ലറായിട്ടോ പേഴ്സണൽ സെല്ലിംഗ് ആക്ടിവിറ്റീസോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 3-ാമത്തെ പോയിന്റ് പറയുന്നത് എനേബിളിംഗ് ലാർജ് സ്കെയിൽ ഓപ്പറേഷനാണ്. മാനുഫാക്ചറർ ഓർ ഹോൾസെയിലർ ആർ റിലീവ്ഡ് ഫ്രം ബോദറേഷൻ ഓഫ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്. അപ്പോൾ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് ലാർജ് സ്കെയിൽ സെയിൽ ചെയ്യുന്ന ഒരു ഹെൽപ്പും കൂടെ ചെയ്യുന്നത് ഇവിടെ റീറ്റെയിലറാണ്. അപ്പോൾ ലാർജ് സ്കെയിൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽ, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഫോർ മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് ആണ്. എന്നുവെച്ചാൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് സ്മോൾ ക്വാണ്ടിറ്റിയിൽ കൺസ്യൂമറിലേക്ക് ലാർജ് സ്കെയിലിൽ വിറ്റഴിക്കുന്നതിന് സഹായിക്കുന്ന ഇവിടെ റീറ്റെയിലറാണ്. ദിസ് ഹെൽപ്പ് ദം ടു ഓപ്പറേറ്റ് ഓൺ ലാർജ് സ്കെയിൽ കോൺസെൻട്രേറ്റ് ഓൺ അതർ ആക്ടിവിറ്റീസ്. ഇത് ഹോൾസെയിലേഴ്സിനെയും മാനുഫാക്ചറേയും മറ്റ് ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു.
ബിസിനസ്സിൻ്റെ മറ്റ് ആക്ടിവിറ്റികൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ലാർജ് സ്കെയിൽ സെല്ലിങ് ഇവിടെ റീറ്റെയിലർ നടത്തിക്കോളും. അപ്പോൾ ലാർജ് സ്കെയിലിംഗ് ഡൺ ഫോർ ഹോൾസെയിലർ ആൻഡ് മാനുഫാക്ചർക്കും ഹോൾസെയിലർക്കും വേണ്ടി ലാർജ് സ്കെയിൽ സെല്ലിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ്. ഡൂയിങ് ദ സെല്ലിംഗ് ആക്ടിവിറ്റീസ് ഫോർ മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലർ. സോ മാനുഫാക്ചറർ ഓർ ഹോൾസെയിലർ ഡൂ ദ അതർ ആക്ടിവിറ്റീസ് കോൺസെൻട്രേറ്റ് ടു ഡൂ അതർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. മറ്റ് ബിസിനസ്സിൻ്റെ അതർ ആക്ടിവിറ്റിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ആക്ടിവിറ്റികൾ ചെയ്യുന്നതിനും ഇവിടെ ഹോൾസെയിലറെ മാനുഫാക്ചറെ സഹായിക്കുന്നുള്ളതാണ്. അടുത്താണ് കളക്ടിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ. The retailer are the close to with the consumer. They are in the position of given to reliable market information to manufacturer and wholesaler. അപ്പം ഇവിടെ ഒരു കണക്റ്റിംഗ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ദ കസ്റ്റമർ ഓർ കൺസ്യൂമർ. അപ്പം ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ദ കൺസ്യൂമർ ഓർ കസ്റ്റമർ ദേ കളക്ട് ഇൻഫർമേഷൻ ഫോർ മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലറാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ദ കൺസ്യൂമറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നത് കൊണ്ട് കൺസ്യൂമറുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഹോൾസെയിലർക്കും മാനുഫാക്ചർക്കും നൽകുന്ന ഇവിടെ റീറ്റെയിലർ. അതാണ് ഇവിടെ കളക്ട് മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ കളക്റ്റഡ് ഫ്രം ദ കൺസ്യൂമർ ആൻഡ് ഇൻഫർമേഷൻ ടു ഹോൾസെയിലർ ആൻഡ് മാനുഫാക്ചറാണ്. ഹോൾസെയിലർക്കും മാനുഫാക്ചർക്കും വേണ്ടുന്ന ഇൻഫർമേഷൻ കൺസ്യൂമറുടെ ടേസ്റ്റും പ്രിഫറൻസും കളക്ട് ചെയ്ത് കൊടുക്കുന്ന ജോലിയും കൂടെ റീറ്റെയിലർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഹെൽപ്പ് ഇൻ പ്രൊമോഷനാണ്. അതായത് ഗുഡ്സ് വിറ്റഴിക്കുന്ന പ്രൊമോഷൻ ആക്ടിവിറ്റിയും കൂടെ റീറ്റെയിലാണ് ചെയ്യുന്നത്. റീറ്റെയിൽ ഓൾസോ അണ്ടർടേക്ക് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ടു ഇൻഡ്യൂസ് കസ്റ്റമേഴ്സ് ടു ബൈ. അതായത് കസ്റ്റമേഴ്സിനെ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടി ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയും കൂടെ ആര് ചെയ്യുന്നുണ്ട് ഇവിടെ റീറ്റെയിലർ ചെയ്യുന്നത്. അപ്പോൾ റീറ്റെയിലർ പ്രൊമോട്ട് ദ ഗുഡ്സ് സെല്ലിങ്. ഗുഡ്സ് വിൽക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസും കൂടെ റീറ്റെയിലർക്കും ഹോൾസെയിലർക്കും വേണ്ടി ഇവിടെ റീറ്റെയിലർ ചെയ്യുന്നുണ്ട്. ദിസ് വിൽ ബെനിഫിറ്റ് ദ മാനുഫാക്ചർ ഓർ ഹോൾസെയിലർ ഇൻ പ്രൊമോട്ടിംഗ് ദ സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ പ്രോഡക്ട്സ്. അപ്പോൾ നിലവിലുള്ള പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നതിനും പുതിയ പ്രോഡക്ട്സുകൾ വിറ്റഴിക്കുന്നതിനുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഇവിടെ റീറ്റെയിലർ. അപ്പോൾ റീറ്റെയിലർ ഡൂ ദ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഫോർ ഹോൾസെയിലർ ആൻഡ് മാനുഫാക്ചർ ഫോർ ഇൻഡ്യൂസിങ് ദ പർച്ചേസ് ഓഫ് ഓർ ബൈയിങ് ഓഫ് ഗുഡ്സ്. പർച്ചേസിങ്ങിനോ ഗുഡ്സ് വാങ്ങുന്നതിനോ അവരെ ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടുന്ന പ്രൊമോഷണൽ ആക്ടിവിറ്റി ചെയ്യുന്നത് ഇവിടെ റീറ്റെയിലറാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകളാണ് സർവീസസ് ടു ഹോൾസെയിലർ ആൻഡ് മാനുഫാക്ചർ പറയുന്നത്. അടുത്ത നമ്മൾ സർവീസസ് ടു കൺസ്യൂമറാണ്. കൺസ്യൂമർക്ക് ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് റെഗുലർ അവൈലബിലിറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ്. റെഗുലറായിട്ട് കൺസ്യൂമർക്ക് ഗുഡ്സ് അവൈലബിൾ ആക്കുന്നത് റീറ്റെയിലർ ഡ്യൂട്ടിയാണ്. ആസ് ദ റീറ്റെയിലർ ഹോൾഡ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് കൺസ്യൂമേഴ്സ് ക്യാൻ ഹാവ് ദെയർ ചോയ്സ് ആസ് ആൻഡ് വെൻ ദേ റിക്വയർഡ്. ദിസ് എൻഷുർ റെഡി ആൻഡ് റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇപ്പോൾ നമുക്കറിയാം റീറ്റെയിലർ ഹോൾഡ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് കൺസ്യൂമർ ക്യാൻ ഹാവ് ദെയർ ചോയ്സ് ആൻഡ് വെൻ ദേ റിക്വയർഡ്. അതായത് കൺസ്യൂമർക്ക് ഗുഡ്സ് ആവശ്യമായി വരുമ്പോൾ ഡിഫറൻറ്റ് ചോയ്സിലുള്ള ഗുഡ്സ് അവർക്കുള്ള ഷോപ്പിൽ അവൈലബിൾ ആക്കുക എന്നുള്ളത് റീറ്റെയിലറുടെ ഡ്യൂട്ടിയാണ്. അതായത് റെഡി ആൻഡ് റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. എപ്പോഴും റെഗുലറായിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന് കൺസ്യൂമറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമർക്ക് നെസസറി ഗുഡ്സ് സപ്ലൈഡ് ഫ്രം ദ റീറ്റെയിലർ ഷോപ്പാണ്. അപ്പോൾ റീറ്റെയിലർ ഷോപ്പിൽ നിന്ന് കൺസ്യൂമർക്ക് വേണ്ടുന്ന നെസസറി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന റെഡി അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് എന്നുള്ള പറയുന്ന ഒരു സർവീസും കൂടി ഇവിടെ കൺസ്യൂമറിന് വേണ്ടി ചെയ്യുന്നു. അടുത്തതാണ് ന്യൂ പ്രോഡക്ട്സ് ഇൻഫർമേഷൻ. പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൺസ്യൂമർക്കും ന്യൂ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് ഇവിടെ റീറ്റെയിലറാണ്. ബൈ ഡിസ്പ്ലേയിങ് ദ പ്രൊഡക്ട്സ് ആൻഡ് ത്രൂ ദെയർ പേഴ്സണൽ സെല്ലിംഗ് എഫേർട്സ് ദേ പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ അറൈവൽ, ദെയർ ഫീച്ചേഴ്സ് എക്സെട്ര ടു കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിങ് ദ പ്രോഡക്ട്സ് ആൻഡ് ത്രൂ ദെയർ പേഴ്സണൽ സെല്ലിംഗ് എഫേർട്ട്. അപ്പോൾ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുകയും പേഴ്സണൽ സെല്ലിംഗ് എഫേർട്ടും ചെയ്യുന്നത് ഇവിടെ റീറ്റെയിലറാണ്. അപ്പോൾ അതുപോലെ തന്നെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്, ക്വാളിറ്റി, പ്രൈസ്, അങ്ങനെ നെസസറി ഇൻഫർമേഷൻ നമ്മൾ കൺസ്യൂമർക്ക് നൽകുന്നത് ഇവിടെ എന്താണ്, ഇവിടെ റീറ്റെയിലറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നത്, ഇപ്പം ന്യൂ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൺസ്യൂമർക്ക് നൽകുന്ന ഇവിടെ ആരാണ്, ഇവിടെ റീറ്റെയിലറാണെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത കൺവീനിയൻസ് ഇൻ ബൈയിങ് ആണ്. റീറ്റെയിലേഴ്സ് സെൽ ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു കൺസ്യൂമേഴ്സിന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് റീറ്റെയിലർ ഡ്യൂട്ടി. റീറ്റെയിൽ സ്റ്റോർസ് ആർ സിറ്റുവേറ്റഡ് വെരി നിയർ ദ റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് റിമെയിൻ ഓപ്പൺ ഫോർ ലോങ് ഹവേഴ്സ്. നമുക്കറിയാം റീറ്റെയിൽ ഷോപ്പ് എപ്പോഴും റെസിഡൻഷ്യൽ ഏരിയയിൽ ലോങ് ഹവേഴ്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കും. ഓൾ ദീസ് ഓഫർ ദ കൺസ്യൂമർ ഗ്രേറ്റ് കൺവീനിയൻസ് ഇൻ ബൈയിങ്. കൺസ്യൂമേഴ്സിന് കുറേ കൂടെ കൺവീനിയൻ്റ് ആണ് ബൈയിങ്ങിന്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു കൺവീനിയൻസ് ഇൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ റീറ്റെയിൽ ഷോപ്സ് ആർ റണ്ണിങ് ഇൻ റെസിഡൻഷ്യൽ ഏരിയ. സോ കൺസ്യൂമേഴ്സ് ക്യാൻ പർച്ചേസ് ഗുഡ്സ് ഫ്രം
ദാറ്റ് ഷോപ്പ് ഫോർ ലോങ് ഹവേഴ്സ് ഓഫ് ടൈം ഓപ്പൺ ഫോർ പർച്ചേസിങ്. അപ്പോൾ ഇവിടെ ലാർജ് ഹവേഴ്സ് ഓഫ് ടൈം ഇവിടെ ഓപ്പൺ ആക്കി വയ്ക്കും പർച്ചേസിങ്ങിന് വേണ്ടി. ഇതൊരു പ്രത്യേകത, കൺവീനിയൻസ് ഇൻ ബൈയിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു റീറ്റെയിലർ ചെയ്യുന്ന കൺസ്യൂമർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസായിട്ടാണ് പറയുന്നത്. പിന്നെ വൈഡ് സെലക്ഷനാണ്. ദ റീറ്റെയിലർ ഹാസ് എ ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നു റീറ്റെയിലർ കൺസ്യൂമർക്ക് വേണ്ടി. വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് സ്റ്റോർഡ് ഇൻ അവർ ഷോപ്പ് ഫോർ ഡിഫറൻറ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. വ്യത്യസ്ത ടേസ്റ്റും പ്രിഫറൻസുള്ള കൺസ്യൂമർക്ക് വേണ്ടി വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഇവിടെ റീറ്റെയിലറുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ സർവീസായിട്ട് പറയുന്നത്. അടുത്ത ആഫ്റ്റർ സെയിൽ സർവീസാണ്. ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ വേണ്ടുന്ന സേവനങ്ങൾ സർവീസുകൾ കൊടുക്കുന്നതും ഇവിടെ റീറ്റെയിലറാണ്. ഡോർ ഡെലിവറി ഓൺ ടെലിഫോണിക് ഓർഡർ ഹെൽപ്പ് ടു കൺസ്യൂമർ ടു ഡു ദ ഷോപ്പിംഗ് ഫ്രം ഹോം. ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് ഓൾസോ അവൈലബിൾ ഓവർ ഫോൺ. അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസാണ്. അപ്പം ഡോർ ഡെലിവറി ഫെസിലിറ്റീസ് ഗിവൺ ടു കൺസ്യൂമർ, ആഫ്റ്റർ സെയിൽ സർവീസസ് ഗിവൺ ടു കൺസ്യൂമർ, ഇങ്ങനെയുള്ള കുറേ സർവീസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൺസ്യൂമർക്ക് റീറ്റെയിലർ ചെയ്യുന്നുണ്ട്. അത് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസാണ്. ദ റീറ്റെയിലർ പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ ട്രസ്റ്റ് വർത്തി ആൻഡ് റെഗുലർ കസ്റ്റമർ എസ്പെഷ്യലി ഇൻ സാലറിഡ് ക്ലാസ്. അപ്പോൾ ട്രസ്റ്റ് വർത്തി ആൻഡ് റെഗുലർ സാലറീഡ് ക്ലാസ് ഓഫ് കൺസ്യൂമേഴ്സിന് കടത്തിന് ഗുഡ്സ് കൊടുക്കുന്നതും ഇവിടെ കൺസ്യൂമർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് അല്ലെങ്കിൽ സർവീസായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്തതിന് ടേംസ് ഓഫ് ട്രേഡാണ്. ട്രേഡിനകത്ത് പറയുന്ന ടേമുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ദ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ ട്രേഡിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഓരോ ടേമുകൾ. ഒന്ന് COD, ക്യാഷ് ഓൺ ഡെലിവറി. നമുക്കറിയാം ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വരയ്ക്കും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് COD ഒക്കെ ചോദിക്കുമല്ലേ. ഇറ്റ് റെഫേഴ്സ് ടു ട്രാൻസാക്ഷൻ വെയറിൻ പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് നമ്മുടെ കയ്യിൽ എത്തിയിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന രീതിയാണ് ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. ഇഫ് ബയേഴ്സ് ഡസ് നോട്ട് മേക്ക് ദ പേയ്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഇറ്റ് വിൽ ബി റിട്ടേൺ ടു ദ സെല്ലർ. അപ്പോൾ നമ്മൾ ഗുഡ്സ് നമ്മുടെ കയ്യിൽ എത്തുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഗുഡ്സ് ഡയറക്റ്റ് സെല്ലർക്ക് തന്നെ എന്ത് ചെയ്യും, ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന രീതിയാണ് ഈ ക്യാഷ് ഓൺ ഡെലിവറിയുടെ പ്രത്യേകത. അടുത്ത ഫ്രീ ഓൺ ബോർഡ് ഓർ ഫ്രീ ഓൺ റെയിലാണ്. FOB or FOR. It means that all expenses up to the point of delivery to the carrier are to borne by the seller ആണ്. അപ്പോൾ ഇത് സിമ്പിളാണ് പറയുന്നത്. എല്ലാ എക്സ്പെൻസും പോയിൻ്റ് ഓഫ് ഡെലിവറി വരെ ബോൺ ബൈ ദ സെല്ലർ എല്ലാ എക്സ്പെൻസും ഏറ്റെടുക്കുന്നതാണ്. ഇത് നമ്മൾ ഡെലിവറി ഓഫ് ഗുഡ്സിൻ്റെ ടൈം പോയിൻ്റ് വരെ എല്ലാ ഗുഡ്സ് വിൽക്കുന്നുണ്ടെന്ന എല്ലാ ചിലവും ആര് ഏറ്റെടുക്കും, സെല്ലർ ഏറ്റെടുക്കുക. അതിനെ നമ്മൾ ഫ്രീ ഓൺ ബോർഡ്, ഫ്രീ ഓൺ റെയിൽ എന്ന FOB or FOR എന്നാണ് അറിയപ്പെടുന്നത്. കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് ആണ് CFF, കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ബട്ട് ഓൾസോ ദ ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് ചാർജ് പേയബിൾ ഓൺ ഗുഡ്സ് അപ് ടു ഡെസ്റ്റിനേഷൻ പാർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു CFF മോഡെന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സിൻ്റെ പ്രൈസ് മാത്രം കൊടുത്താൽ പോരാ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഷുറൻസും ഫ്രൈറ്റ് ചാർജും എല്ലാം എന്ത് ചെയ്യണം, ഡെസ്റ്റിനേഷൻ പോർട്ടിൽ നമ്മൾ കൊടുക്കേണ്ടതിനാണ് നമ്മൾ പറയുന്നത് CFF എന്ന് പറയുന്നത്. ഇനി ഇറേസ് ആൻഡ് ഒമിഷൻ എക്സെപ്റ്റഡ് ആണ്. E and OE എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇറേസ് ആൻഡ് ഒമിഷൻ എക്സെപ്റ്റഡ്. ഇറ്റ് റെഫേഴ്സ് ടു എ ടൈം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രേഡ് ഡോക്യുമെൻറ്റ് ടു സേ ദാറ്റ് ഇറേസ് ഫോർഗോട്ടൺ ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതുകൊണ്ട് ടൈം ചെയ്യുന്നത്, ഈ ടൈം മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. യൂസ്ഡ് ടു ട്രേഡ് ഡോക്യുമെൻറ്റ്, അതൊരു ട്രേഡ് ഡോക്യുമെൻറ്റ് ടു സേ ദാറ്റ് ഇറേസ് ഫോർഗോട്ടൺ ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇറേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോർഗോട്ടൺ ആണ്, ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് E and OE പറയുന്നത്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും തമ്മിലുള്ള ഡിഫറൻസാണ് പറയുന്നത്. ഒന്ന്, എ ഹോൾസെയിലർ സെൽ ഗുഡ്സ് ടു റീറ്റെയിലേഴ്സാണ്. ഹോൾസെയിലർ ഗുഡ്സ് വിൽക്കുന്നത് റീറ്റെയിലർക്കാണ്. എന്നാൽ റീറ്റെയിലർ വിൽക്കുന്നതോ എ റീറ്റെയിലർ സെൽസ് ഗുഡ്സ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമറാണ്. നമ്പർ 2, ഹോൾസെയിലർ ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ എ ഹോൾസെയിലർ ആർ മീൻ ഫോർ റീസെയിലാണ്. അപ്പോൾ ഗുഡ്സ് ഇവിടെ ഹോൾസെയിലർ പർച്ചേസ് വയ്ക്കുന്നത് റീസെയിലിന് വേണ്ടിയാണ്. എന്നാൽ റീറ്റെയിലറെ സംബന്ധിച്ച് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ദ റീറ്റെയിലർ ആർ മീൻ ഫോർ ഫൈനൽ സെയിൽ ആൻഡ് കൺസംഷൻ. ഫൈനൽ സെയിലിനും കൺസംഷനും റീറ്റെയിലർ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഗുഡ്സ് നമുക്കറിയാം റീറ്റെയിൽ ഷോപ്പിലിരിക്കുന്ന ആൾ അവർക്കുള്ള വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഗുഡ്സ് കൺസംഷന് വേണ്ടി എടുക്കുന്നുണ്ടാവും. അതാണ് റീറ്റെയിലിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഹോൾസെയിലിൽ ഗുഡ്സ് സോൾഡ് ബൈ ദ ഹോൾസെയിലർ റിമെയിൻ വിത്തിൻ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഗുഡ്സ് സോൾഡ് ബൈ ദ ഹോൾസെയിലർ റിമെയിൻ വിത്തിൻ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോൾ ഗുഡ്സ് ഹോൾസെയിലർക്ക് വിൽക്കുന്നത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു കണ്ണിക്ക് മാത്രമേ ഹോൾസെയിലർക്ക് ഗുഡ്സ് കിട്ടുകയുള്ളൂ. കാരണം മാനുഫാക്ചറിൽ നിന്ന് ആ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനകത്തുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ഹോൾസെയിലർ, അവർക്ക് മാത്രമേ ഈ ഗുഡ്സ് വിൽക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ റീറ്റെയിൽ വരുന്ന ഗുഡ്സ് സോൾഡ് ബൈ ദ റീറ്റെയിലർ ഗോ ഔട്ട് ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനകത്ത് വരാത്ത ആൾക്ക് പോലും റീറ്റെയിലർ ഗുഡ്സ് വിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ നാലാമത്തെ പോയിന്റ് പറയുന്നത് ഹോൾസെയിലർ ഡീൽസ് ഗുഡ്സ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റി. ഹോൾസെയിലർ എപ്പോഴും ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ റീറ്റെയിലർ ഡീൽസ് വിത്ത് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. റീറ്റെയിലർ എപ്പോഴും സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നത്. അടുത്ത പറയുന്നു ഹോൾസെയിലർ കോൺസെൻട്രേറ്റ് ഓൺ വൺ പ്രോഡക്റ്റ് ഓർ ഫ്യൂ പ്രോഡക്ട്സ് ഇൻ ദ സെയിം ലൈൻ. ഹോൾസെയിലർ എപ്പോഴും കോൺസെൻട്രേറ്റ് ഓൺ വൺ പ്രോഡക്ട്സ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്യൂ പ്രോഡക്ട്സ്, നമ്മുടെ വിരലിലുണ്ടാവുന്ന അത്രയും പ്രോഡക്ട്സുകളെ എന്ത് ചെയ്യുന്നുള്ളൂ, ഹോൾസെയിലർ ഡീൽ ചെയ്യത്തുള്ളൂ. ഒരു സെയിം ലൈനിലുള്ള പ്രോഡക്ട്സുകളായിരിക്കും ഡീൽ ചെയ്യുന്നത്. എന്നാൽ റീറ്റെയിലർ അങ്ങനെയല്ല. റീറ്റെയിൽ ഡീൽസിനെ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആണ്. വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് റീറ്റെയിലർ ഡീൽ ചെയ്യും. അടുത്ത പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഈസ് ലോ. എപ്പോഴും ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് മൊത്ത വില എന്ന് പറയുന്നത് എപ്പോഴും വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം 50 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഗുഡ്സ് ഹോൾസെയിൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 40 രൂപ കാണത്തുള്ളൂ. അപ്പോൾ ഈ 10 രൂപ എന്ന് പറയുന്ന മാർജിൻ ആയിരിക്കും റീറ്റെയിൽ അടുത്ത് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് റീറ്റെയിൽ പ്രൈസ് അപ്പോൾ ഹൈ ആയിരിക്കും. അതാണ് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ലോയും റീറ്റെയിൽ പ്രൈസ് ഹൈയും ആയിരിക്കും. അടുത്ത 7ാമത്തെ പോയിന്റ് പറയുന്നു ഹോൾസെയിലർ ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ റീറ്റെയിലർ. ഹോൾസെയിലർ എപ്പോഴും ഒരു കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ടു റീറ്റെയിലർ. റീറ്റെയിലറെയും പ്രൊഡ്യൂസറെയും കണക്ട് ചെയ്യുന്ന ആളാണ് ഹോൾസെയിലർ. എന്നാൽ റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ റീറ്റെയിലർ ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ഹോൾസെയിലർ ആൻഡ് ദ കൺസ്യൂമർ. ഹോൾസെയിലറെയും കൺസ്യൂമറെയും കണക്ട് ചെയ്യുന്നതാരാണ്, റീറ്റെയിലറാണ്. ഇനി ടൈപ്പ് ഓഫ് റീറ്റെയിലിംഗ് ട്രേഡ്, അതിൻ്റെ ആ ഒരു നമ്മൾ ഒരു ഗ്രാഫാണ് പറയുന്നത്. ഇവിടെ ഇറ്റിനറൻ്റ് ട്രേഡ് റീറ്റെയിലേഴ്സ് ഉണ്ട്, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ഉണ്ട്. അതിൽ ഇറ്റിനറൻറ്റിനകത്ത് നമ്മൾ ഹാക്കേഴ്സ് ആൻഡ് പെഡലേഴ്സ്, ചീപ്പ് ജാക്സ്, മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ഫിക്സഡിനകത്ത് വരുമ്പോഴത്തേക്ക് അത് സ്മോൾ സ്കെയിലുണ്ട്, ലാർജ് സ്കെയിലുണ്ട്. ഈ സ്മോൾ സ്കെയിൽ ട്രേഡേഴ്സിനെ വീണ്ടും നമ്മൾ തിരിക്കുന്നുണ്ട്. സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡർ, ജനറൽ ഷോപ്പ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്, സ്പെഷ്യാലിറ്റി ഷോപ്പ്. ഈ ലാർജ് സ്കെയിലിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ, മൾട്ടിപ്പിൾ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്സ്, മെയിൽ ഓർഡർ ഹൗസസ്, കോപ്പറേറ്റീവ് സ്റ്റോർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഏതിൽ പറയുന്നത്, റീറ്റെയിലേഴ്സിൻ്റെ ടൈപ്പ് ഓഫ് റീറ്റെയിൽ ട്രേഡിനെ നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഇവിടെ പറയുന്നത് ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണെന്നൊക്കെയാണ് പറയുന്നത്. Traders who do not have a fixed place of business but move from one place to another to sell the products to consumer are called itinerant retailers. ഒരു ഫിക്സഡ് പ്ലേസ് ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് കൺസ്യൂമറിൽ എത്തിക്കുന്നതിന് പല സ്ഥലങ്ങളിലായി എന്ത് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ബട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്യുന്നുണ്ടാവും. ഏതിനു വേണ്ടി, ഈ പ്രോഡക്റ്റ്സ് വിറ്റഴിക്കാൻ വേണ്ടി, കൺസ്യൂമർക്ക് ഈ പ്രോഡക്റ്റ്സ് വിറ്റഴിക്കാൻ വേണ്ടി ഫിക്സഡ് പ്ലേസ് ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ പറയാം. ഒന്ന് സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻ ആയിരിക്കും ഇത്. സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻ ഡ്യൂ ടു ലിമിറ്റഡ് റിസോഴ്സാണ്. വിത്ത് ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ടായിരിക്കും ഇവർ ബിസിനസ് ചെയ്യുന്നത്. കാരണം ലിമിറ്റഡ് സോഴ്സ് ഓഫ് ഫണ്ട് റേസ്ഡ് ഫോർ ഡൂയിങ് ദ ബിസിനസ്സാണ്. ലിമിറ്റഡ് സോഴ്സിൽ ഫണ്ട് കണ്ടെത്തി ബിസിനസ് ചെയ്യുന്നവരാണ് ഈ ഇറ്റിനറൻ്റ് ബിസിനസ്മാൻ എന്ന് പറയുന്നത്. 2, ഡീൽ ഇൻ കൺസ്യൂമർ ഗുഡ്സാണ്. മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ ഗുഡ്സ് ആർ ഡീൽ ഇൻ ഇറ്റിനറൻ്റ് ട്രേഡേഴ്സാണ്. ഡീൽസ് ഇൻ കൺസ്യൂമർ പ്രോഡക്ട്സിനായിരിക്കും ഡെയിലി യൂസ്, സച്ച് ആസ് ടോയിലറി ഐറ്റംസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്. ഇവരൊക്കെ നമുക്കറിയാം ഇറ്റിനറൻ്റ് ട്രേഡേഴ്സ് ആണെന്ന് നമുക്കറിയാം, റീറ്റെയിലേഴ്സ് ആണെന്ന് അറിയാം. 3ാമത്തെ ഗ്രേറ്റർ കസ്റ്റമർ സർവീസസ് ആണ്. ദേ പ്രൊവൈഡ് എ ഗ്രേറ്റർ കസ്റ്റമർ സർവീസ് ബൈ മേക്കിംഗ് ദ പ്രോഡക്ട്സ് അവൈലബിൾ ടു ദ കൺസ്യൂമർ അറ്റ് ദെയർ ഡോർ സ്റ്റെപ്പാണ്. അവർക്കുള്ള വീട്ടുപടിക്കൽ കൊണ്ട് ഗുഡ്സ് എത്തിക്കുന്ന ഒരു ഗ്രേറ്റർ കസ്റ്റമർ സർവീസാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ക്യാരി ലിമിറ്റഡ് സ്റ്റോക്കാണ്. എപ്പോഴും കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഇവർ കൊണ്ട് നടക്കുകയുള്ളൂ അല്ലേ. ആസ് ദേ ഹാവ് നോ ഫിക്സഡ് പ്ലേസ് ടു ഓപ്പറേറ്റ് ദേ ഡു ബിസിനസ് വിത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമുക്കറിയാം ഫിക്സഡ് പ്ലേസ് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ക്യാരി, കുറേ ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് മാത്രമേ ഇവർ ക്യാരി ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാറുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്ത ലെസ് പ്രൈസാണ് ഇവർക്ക്. ബിക്കോസ് ഓഫ് മിനിമം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് ദേ ക്യാൻ സെൽ ദ ഗുഡ്സ് അറ്റ് എ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ്. കാരണം മിനിമം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റാണ്. കാരണം നമുക്കറിയാം മിനിമം എമൗണ്ട് വെച്ചിട്ടാണ് ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിനിമം എമൗണ്ട് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. സോ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 1ാമത്തെയാണ് പെഡലേഴ്സ് ആൻഡ് ഹാക്കേഴ്സ് ആണ്. പെഡലേഴ്സ് ആൻഡ് ഹാക്കേഴ്സ് ആർ പെറ്റി ട്രേഡേഴ്സ് who carry the products on a bicycle or hand cart or their head and move from place to place, selling their products at the doorstep of the customer. അപ്പോൾ ഈ പെഡലേഴ്സിൻ്റെ പ്രത്യേകത ഇതാണ്. അവരും എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിൽ സൈക്കിളിലോ എന്താ പറയുക ഉന്തുവണ്ടിയിലോ തലച്ചുമടായിട്ടോ ഒക്കെ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഡോർ സ്റ്റെപ്പ് കസ്റ്റമറുടെ വീട്ടുപടിക്കൽ കൊണ്ട് ഗുഡ്സ് വിൽക്കുന്ന ആൾക്കാരാണ് ഈ പെഡലേഴ്സ് ആൻഡ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഹാക്കേഴ്സ് യൂസ് വെഹിക്കിൾ ടു ക്യാരി ദ ഗുഡ്സ് വൈൽ പെഡലേഴ്സ് ക്യാരി ദം ഓൺ ദെയർ ഹെഡാണ്. ഹാക്കേഴ്സ് എപ്പോഴും വെഹിക്കിളുകൾ, മോട്ടോർ സൈക്കിളോ ഉന്തുവണ്ടിയൊക്കെ അവർ ഉപയോഗിക്കാം. എന്നാൽ പെഡലേഴ്സിനെ സംബന്ധിച്ച് അവരെപ്പോഴും തലച്ചുമടായിട്ടാണ് ഗുഡ്സ് കൊണ്ട് നടന്ന് വിൽക്കുന്നതെന്നാണ് പറയുന്നത്.
ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ദേ ജനറലി ഡീൽ ഇൻ നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ലോ വാല്യൂ ഗുഡ്സ് സച്ച് ആസ് ടോയ്സ്, ഐസ്ക്രീം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഇങ്ങനെ ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോ വാല്യുബിൾ ഗുഡ്സ് ആയിരിക്കും ഇവർ ഡീൽ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. കാരണം ടോയ്സും ഐസ്ക്രീമും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രത്യേകത പറയുന്നത്, ദേ ഓപ്പറേറ്റ് മെയിൻലി ഓൺ സ്ട്രീറ്റ് ഓഫ് റെസിഡൻഷ്യൽ ഏരിയ, എക്സിബിഷൻ ഗ്രൗണ്ട്, പബ്ലിക് പ്ലേസസ് എക്സെട്ര. കാരണം ഇവർ കൂടുതലും ബിസിനസ് ചെയ്യുന്നത് ഒന്നുകിൽ റെസിഡൻഷ്യൽ ഏരിയകളിലായിരിക്കും, അല്ലെങ്കിൽ എക്സിബിഷൻ ഗ്രൗണ്ടുകളിലായിരിക്കും, പിന്നെ പബ്ലിക് പ്ലേസുകൾ, പൊതുസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ ബിസിനസ് ചെയ്യുന്നത്. അടുത്തൊരു പ്രത്യേകത, ദേ ഈവൻ സപ്ലൈ പ്രോഡക്ട്സ് അറ്റ് എ ഡോർ സ്റ്റെപ്പ് ഓഫ് കൺസ്യൂമർ. ഇവർ പ്രോഡക്ട്സുകൾ സപ്ലൈ ചെയ്യുന്നത് വീട്ടു പഠിക്കാതെ കൺസ്യൂമറുടെ വീട്ടു പഠിക്കൽ തന്നെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബാർഗെയിൻ ബൈ. ഇവരുടെ കയ്യിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഗുഡ്സ് വാങ്ങിക്കാൻ കഴിയും. കാരണം തലച്ചുമടായി കൊണ്ടു നടക്കുന്ന ആൾക്കാരാകുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് 50 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ച സാധനം നമുക്കത് അവർക്ക് 40 രൂപയ്ക്ക് തരാൻ പറഞ്ഞാൽ ചിലവർ തന്നിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനൊക്കെ പറ്റും. ഫിക്സഡ് പ്രൈസിൽ ചെന്ന് നമുക്ക് എന്തൊരിക്കലും ബാർഗെയിൻ ചെയ്യാൻ കഴിയില്ല. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് കൺവീനിയൻറ്റ് ഷോപ്പിംഗ് ആണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്നത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. ദ സീരിയസ് ഡ്രോബാക്ക് ഈസ് ദാറ്റ് ദ പ്രോഡക്ട്സ് ദേ ഡീൽ ഇൻ മെനി